പേരാ? മീറ്റിംഗ് കൂടാൻ പറ്റൂല ഏട്ടാ, മീറ്റിംഗ് കൂടാൻ പറ്റൂല. നിങ്ങൾക്ക് എവിടെ പോയി ബാക്കിയുള്ളവർ വരാത്തതിന് നീ ചോദിക്കണം. ഞാൻ ചോദിക്കാനാ? എന്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂലേ? നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളതല്ലേ, ഞാൻ മാത്രം എല്ലാം ചെയ്യണോ? ഞാൻ മീറ്റിംഗ് കൂടൂല. 12 പേര് കുറഞ്ഞ് ഞാൻ മീറ്റിംഗ് കൂടൂല. കാരണം വെച്ചാൽ എന്റെ അടുത്താണ് ചോദിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന്. പോയി പെണ്ണ് എന്തിനാണ് ചാടുന്നത്? എന്തിനും ഞാൻ തന്നെ പോണം. അവിടെ കണക്ക് ബോധിപ്പിക്കാൻ ഞാൻ തന്നെ പോണം. ബാങ്കിൽ പോണമെങ്കിൽ ഞാൻ തന്നെ പോണം. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പറഞ്ഞ ഒറ്റയ്ക്ക് കണക്കുകൾ എഴുതാനും ബാങ്കിൽ കൊണ്ട് അടയ്ക്കാനും എങ്കിലും വെട്ടിക്കാൻ പറ്റും. നിങ്ങൾ മിണ്ടായിരിക്കും അവരൊക്കെ. സന്ധ്യ 3 ആഴ്ച കൊണ്ട് പറഞ്ഞില്ല, വരാൻ പറ്റിയില്ല ചേച്ചി, ചേട്ടൻ ഉണ്ടായിരുന്നു, അതാണ്. ഫൈൻ എടുക്ക് 10 രൂപ ഫൈൻ തന്നേ പറ്റൂ. ഓ ഞാൻ ഫൈന് തരിക. 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ 50 രൂപ ഫൈനാണ്. ഇനി 3 ആഴ്ച തുടരെ വരാത്തവർക്ക് 50 രൂപ ഫൈൻ. ഓ പിടിച്ചു പറയന്നെ. എന്ത് ചിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മീറ്റിംഗിൽ വരണുണ്ടോ? ആ കഴിഞ്ഞ മീറ്റിംഗിൽ 5 പേര് യൂണിറ്റിന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കോ? അപ്പൊ നീ ഇത്തിരി ദേഷ്യം കുറേ. ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് എന്തരീ? നമുക്ക് നമ്മളേതായ കാര്യങ്ങളെ കൊള്ളില്ലേ. സല്ല ചേച്ചി ലോൺ അടയ്ക്കാത്തത്? ലോണിന്റെ പൈസ ഇടും. ലോണിന്റെ പൈസ ഇപ്പൊ ഇല്ലെന്നാ? അത് പറഞ്ഞേ പറ്റൂല. ഈ മാസം ഇല്ല, അണ്ണന് ജോലിയൊന്നുമില്ല. പലിശ കൂടും. അടുത്ത മാസം കൊണ്ടുവരുമ്പോ പലിശ എന്തായാലും കൂടും. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സഹായം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പലിശ കൂടുതൽ അടയ്ക്കണം. പലിശ അടയ്ക്കണം. പലിശ അടച്ചില്ലെങ്കിൽ പിന്നെ യൂണിറ്റ് പൊളിയൂലേ? ഇതിന്റെ ചുമ്മാ എടുത്തു തരും ആരെങ്കിലും? ഇത് ശരിയാവൂല ചേച്ചി ബുക്കിൽ പൈസ ഇടണില്ല കേട്ടാ. ഇത് ശരിയാവൂല. തരാ. രേണുകുമാരിയുടെ ലോണിന്റെ കാര്യം ചോദിച്ചാ ചേച്ചി? ഇത് രേണുകുമാരിയുടെ പൈസയാ. നിങ്ങൾ ചോദിക്കണം, നിങ്ങളും കൂടെ ചോദിക്കണം. ഞാൻ മാത്രം ചോദിച്ചാ പറ്റൂല, നിങ്ങൾ എല്ലാരും കൂടെ നിന്ന് ചോദിക്കണം. ഒരു ഗ്രൂപ്പ് ആകുമ്പോ എല്ലാരും കൂടെ നിൽക്കണം. പിന്നെ നമ്മൾ ചോദിച്ചാ പിന്നെ എല്ലാരും കേൾക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അവരെ കാണൊക്കെ ഇല്ല. എല്ലാം എന്റെ തലയില്. എന്റെ അമ്മയെ ഞാൻ എടുത്ത് വച്ചു പോയി. എനിക്ക് പറ്റൂല. ഞാനിത് വെച്ച് മതിയാക്കിട്ട് പോവേണേ. എന്നെ കൊണ്ട് ഇത് പറ്റൂല. കണക്കൊന്നും ക്ലിയർ ആവണില്ല. ഇനിയിപ്പൊ ആഡിറ്റ് വരും. എനിക്ക് വയ്യ. എന്തുമാത്രം എഴുതാൻ കിടപ്പുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ. അതുമില്ല. എന്നെ കൊണ്ട് പറ്റൂല ഏട്ടാ. ഞാനിത് നിർത്താൻ പോവേണം. മതി. ഇപ്പൊ എന്തൊരു ചാട്ടാ ഇത്? പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇനി അടുത്ത മാസം തൊട്ട് ഓരോരുത്തരായിട്ട് ഓരോ പ്രാവശ്യത്തെ പൈസ കൊണ്ടടയ്ക്കണം കേട്ടാ. ഞാൻ മാത്രം ചെയ്യൂല. ഇനി ഓരോരുത്തരും പൈസ കൊണ്ടടയ്ക്കണം. Oh my God. പിന്നെ അടുത്ത മാസം പഞ്ചായത്തില് ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാരും പങ്കെടുത്തിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് നിർത്തും. ചേച്ചിയുടെ കമ്മല് നല്ല രസമുണ്ട് കേട്ടാ. കമ്മലോ തന്നല്ലേ? നന്നായിരിക്കും. എനിക്ക് പിന്നെ എന്തിട്ടാലും ചേരുമല്ലോ. മുഖമൊക്കെ കുറച്ചുകൂടെ നിറം വെച്ച പോലെ. എന്തെങ്കിലും ചെയ്യുവോ? ഇല്ല, ഞാനൊന്നും അങ്ങനെ ഉപയോഗിക്കാറേയില്ല. നോർമലി ഉള്ളത് തന്നെയാണ്. പിന്നെ ഭയങ്കര നല്ലത് തന്നെ. ഇതിന്നൊക്കെ വെട്ടിച്ച് കമ്മലുകൾ വാങ്ങിക്കണത്. അടുത്ത ആഴ്ച എല്ലാരും കൃത്യമായിട്ട് വരണേ. വരാത്തവരോട് കൂടെ പറയണം കേട്ടോ, എല്ലാവരും വരാൻ വേണ്ടിട്ട്. ചേച്ചി അടുത്ത ആഴ്ച എല്ലാരോടും ഞാൻ എന്നെ കൊണ്ട് കഴിയണ എല്ലാരോടും പറയാം. നീ ഇത്തിരി പൊക്കി പറഞ്ഞപ്പോ ചാട്ടം കുറഞ്ഞ കണ്ട. എന്നാ പിന്നെ എല്ലാരും പോയിട്ടോ. ശരി. പിന്നെ നമ്മൾ പോട്ടാ. ചേച്ചി വരി. ഇവരെ ചാട്ടം കാണാൻ നമ്മൾ എന്തിനിരിക്കണേ? കൊടുകൊടാൻ നിൽക്കും. വരും, പോവാം.